അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് പ്രീവിയസ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊന്നും പറഞ്ഞില്ല വെച്ചാൽ ഞാനിപ്പോൾ റെക്കോർഡിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ അവർ വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയാണ്. അത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കൊരു പിടിയുണ്ടാവില്ല. ജസ്റ്റ് പ്രീവിയസ് ഡേ മാത്രം ഞാൻ ഓർക്കുള്ളൂ. അതായത് പ്രീവിയസ് ഡേയിൽ ഞാനിപ്പോൾ സപ്പോസ് വെബ് ഓപ്റ്റിക്സ് ഇപ്പോൾ എത്ര അറിഞ്ഞറിയില്ല, എത്ര വരെ എത്തിയെന്ന് എനിക്ക് ഓർക്കില്ല. അപ്പോൾ തലേദിവസം ഞാൻ നോക്കും, ഇന്ന ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് തൊട്ട് മുമ്പ് ഇതാണ് ഇട്ട ടോപ്പിക്, അതിന് ശേഷമുള്ള വീഡിയോ കണ്ടിടും. റൈറ്റ്. അപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊന്നും പറയാൻ നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകണം, അല്ലെങ്കിൽ ഈ വീഡിയോ ഇന്ന് എടുക്കുന്ന പറയണ്ട. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും നേരത്തിൽ ലൈറ്റ് അല്ലേ, അതിന് രണ്ട് നേച്ചേഴ്സ് ഉണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ഒന്നെന്താ, ഇറ്റ് ഈസ് ഹാവിങ് വേവ് നേച്ചർ വിച്ച് ഈസ് അക്കോർഡിംഗ് ടു അവർ പ്രീവിയസ് ചാപ്റ്റർ വേവ് ഓപ്റ്റിക്സിലൊക്കെ പഠിച്ചു. പിന്നെ ലൈറ്റിന് എന്ത് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ചാപ്റ്ററിൽ അതിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നും നമ്മൾ ഇത്രയും പ്രീവിയസ് 3 വീഡിയോസിലും സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ലൈറ്റിൻ്റെ സെക്ഷൻ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഓർമ്മ ഉണ്ട്, ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ്, അല്ലെങ്കിൽ മാറ്റർ ആൻഡ് റേഡിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് മാറ്ററിന് നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്താ മാറ്ററിന് എന്ത് നേച്ചർ ഉണ്ടെന്ന് അറിയാം നമുക്ക്. മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചർ അല്ലേ, അതേ നമുക്ക് ഇപ്പോഴായാലും അറിയുള്ളൂ. റൈറ്റ്. പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. ബിക്കോസ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തോടൂ, നമ്മുടെ ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പേന അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു മാറ്ററാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിക്കിൾ നേച്ചറാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ അതിന് എന്ത് നേച്ചറും കൂടി ഉണ്ട്, വേവ് നേച്ചറും കൂടി ഉണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്യാൻ പോണത്. ആക്ച്വലി നെക്സ്റ്റ് വീഡിയോ ഏതാണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ ഡി ബ്രോയ് ബോഗ്ലി എന്നൊക്കെ പോകേണ്ട ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാറുണ്ട്. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഈസ് ഡി ബ്രോയ്. റൈറ്റ്. അതിൽ ജിയും എല്ലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റാണ്. റൈറ്റ്. അപ്പോൾ ഡി ബ്രോയ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പഠിക്കുക. തിയറി വളരെ കുറവുള്ളൂ. അപ്പോൾ തിയറിന് ശേഷം നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യാം. അതായത് കഴിഞ്ഞ സെക്ഷനിലും നേരത്തെ കുറച്ച് ന്യൂമറിക്കൽസും റൈറ്റ്, അതായത് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലൊക്കെ അല്ലേ, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഇന്ന് എടുക്കാൻ പോണ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും എടുക്കാം. ഇന്നല്ല, ഈ വീഡിയോയിൽ എടുക്കാൻ പോണ ടോപ്പിക്കിന് ഉള്ള ന്യൂമറിക്കൽസും എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിർത്തിയിരുന്നത് എന്താണ്, എല്ലാ മാറ്ററിനും എന്ത് നേച്ചർ ഉണ്ടെന്നോ വേവ് നേച്ചർ ഉണ്ടെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്തു അല്ലേ നേരത്തെ. അല്ലേ, അതല്ലേ നമ്മൾ നേരത്തെ എടുത്ത് എഫക്റ്റ് ഉണ്ട്, സ്പെല്ലിംഗ് ആണ് ഞാൻ വന്നത്. അല്ലേ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ട് നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്, ലൈറ്റ് ഈസ് ഹാവിങ് വിച്ച് നേച്ചർ, ഇറ്റ് ഈസ് ഹാവിങ് പാർട്ടിക്കിൾ നേച്ചർ എന്ന് പ്രൂവ് ചെയ്തു. റൈറ്റ്. വേവ് നേച്ചർ ഓൾറെഡി പ്രൂവ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഡുവൽ നേച്ചറുള്ള വസ്തുവാണ് എന്ത്, ലൈറ്റ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മളല്ല കേട്ടോ, ഇതിന് മുമ്പ് നല്ല ബുദ്ധി ആരൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട്. റൈറ്റ്. അപ്പോൾ ഡി ബ്രോയ് എന്ന് പറഞ്ഞ മനുഷ്യൻ, റൈറ്റ്, അദ്ദേഹം ശരിക്കും ഈ PhD എടുക്കുന്ന സമയത്തെ വെറുതെ അല്ല, PhD സമയത്തായാലും ഇപ്പോഴായാലും ലാസ്റ്റ് ഇത്ര വർഷം ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീസിസ് പ്രസൻറ്റ് ചെയ്യാമെന്ന് പറയും. ആ തീസിസ് പ്രസൻറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അയാൾക്ക് ഒബ്വിയസ്ലി അത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് കിട്ടും. ഡോക്ടർ എന്നുള്ള ഏതാ മനുഷ്യൻ്റെ ആയാലും കേട്ടോ. PhD എടുത്തു കഴിഞ്ഞാൽ ഹീസ് വിൽ ഹാവ് എ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടിൽ ഒരു ലേബിൾ വരും. അപ്പോൾ ഈ തീസിസ് ഫോൾട്ടി ആണെന്ന് എങ്ങാനും സീനിയേഴ്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ആ ഡോക്ടറേറ്റ് വിടേണ്ടി വരും. വിടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അത് വളരെ കഷ്ടം പിടിച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം അങ്ങനൊരു തീസിസ് പറഞ്ഞാണ് റൈറ്റ് ഡ്യൂറിങ് ഹിസ് PhD കോഴ്സ്. അതായത് ഡി ബ്രോഗ്ലി എന്ന് ഞാനും പറയാൻ വന്നിട്ട് ഡി ബ്രോയ് എന്താ പറഞ്ഞ അച്ചടാ അതെന്താടേ റൈറ്റ്. ഡി ബ്രോയ് പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. അതിന് മുമ്പ് എന്തൊക്കെയാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നേച്ചറിന് എന്തുണ്ടെന്ന് സിമെട്രി, നേച്ചർ ഈസ് സിമെട്രിക്കൽ. സ്റ്റേറ്റ്മെൻ്റ് അല്ല കേട്ടോ, അദ്ദേഹത്തിന് പറഞ്ഞതെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതാണ്. റൈറ്റ്. ഡി ബ്രോയ് സെഡ് ദാറ്റ് നേച്ചർ ഈസ് സിമെട്രിക്കൽ. റൈറ്റ്. അതുകൊണ്ട് ലൈറ്റിന് എന്ത് നേച്ചറുണ്ട്, if light is having particle nature, right, then അല്ലേ, നമ്മൾ എന്താണെന്ന് പഠിച്ചിരുന്നത്, വേവ് ആണെന്ന് പഠിച്ചിട്ട് നമ്മൾ സ്ഥിരീകരിച്ചു അതിന് പാർട്ടിക്കിൾ ആണെങ്കിൽ, മാറ്ററിന് നമുക്കറിയാം അതിനെന്താ പാർട്ടിക്കിൾ നേച്ചർ ആണെങ്കിൽ
ലൈറ്റിനെ മാതിരി തന്നെ അതിനെന്തും നേച്ചർ ഉണ്ടാവണം, വേവ് നേച്ചർ ഉണ്ടാവണം എന്ന് അദ്ദേഹം. ഇതൊന്നും പ്രൂഫില്ലാണ്ട് കേട്ടോ അദ്ദേഹം പറഞ്ഞത്. ക്ലിയർ ആണോ? ഹി സെഡ് ദാറ്റ് ഇഫ് ലൈറ്റ് being a wave, from which you have learned in earlier cases, we have declared it as particle, then matter also, being a particle in nature, should have wave nature also. Right? Clear ആണോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ PhD ഹൈപ്പോത്തസിസ് ആയിട്ട് അല്ല PhDനെ എൻ്റെ തീസിസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർമാരുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ശരിക്കും അതുകൊണ്ട് ഹൈപ്പോത്തസിസ് എന്ന് തന്നെ പറയണത്. ഹൈപ്പോത്തസിസ് ബിക്കോസ് ഇദ്ദേഹം എക്സ്പെരിമെൻ്റലായിട്ടൊന്നും പ്രൂവ് ചെയ്തില്ല കേട്ടോ. ഇതിന് സ്റ്റേറ്റ്മെൻറ്റുകളും കുറച്ച് പ്രൂഫ് എന്ന് പറഞ്ഞാൽ വെറും പ്രോബ്ലംസ് മാത്രമേ അല്ലെങ്കിൽ ഇക്വേഷൻസ് വെച്ചിട്ട് മാത്രമേ അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. മാറ്റർ ഈസ് ഹാവിങ് വേവ് നേച്ചർ. അതായത് നമ്മളൊക്കെ എന്താണ് വേവ് നേച്ചറിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, എവറി മൂവിങ് പാർട്ടിക്കിൾ, സ്റ്റാഗ്നൻ്റ് അല്ല കേട്ടോ, എവറി മൂവിങ് പാർട്ടിക്കിൾ ഹാസ് എ വേവ് associated right with it as the nature is symmetrical. ഇതാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ആസ് നേച്ചർ സിമെട്രിക്കൽ അധികം അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ അതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ കയറ്റി ചേർന്നതാണ്. അതായത് എല്ലാ മൂവിങ് പാർട്ടിക്കിളിലും എന്തുണ്ട്, വേവ് നേച്ചർ ഉണ്ട്. എ വേവ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ബിക്കോസ് നമ്മുടെ ചുറ്റുമുള്ള നേച്ചർ സിമെട്രിക്കലാണെന്ന്. പക്ഷേ സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ഇപ്പോൾ നോക്കിയാൽ പറഞ്ഞത് ലൈറ്റ്, അതാണ് സിമെട്രിക്കലിൻ്റെ അർത്ഥം കേട്ടോ. ലൈറ്റിന് ഡുവൽ നേച്ചർ, അങ്ങനെയാണെങ്കിൽ മാറ്ററിനും ഡുവൽ നേച്ചർ ആയിരിക്കണം. ഇതിനൊന്നും അദ്ദേഹം പ്രൂവ് ഒന്നും തന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ സീനിയർ പ്രൊഫസർമാർ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞിട്ട് PhD തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന സമയത്ത് നമ്മുടെ ഐൻസ്റ്റൈനാണ് പറഞ്ഞത് എന്താണ്, ഈ പറയണതിൽ പ്രൂഫില്ലായിരിക്കാം പക്ഷെ എന്താ കഴമ്പുണ്ട്, അത് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇയാൾക്ക് PhD കൊടുക്കണം എന്ന് പറഞ്ഞു. റൈറ്റ്. പിന്നെ ഡേവിസൺ ഗെർമറും പിന്നെ നമ്മുടെ JJ തോംസൻ്റെ മകൻ GP തോംസൺ, റൈറ്റ്, അവരെല്ലാവരും കൂടിയെന്നല്ല, അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. ദേ ഡിഡ് സെപ്പറേറ്റ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ദേ പ്രൂവ്ഡ് ദാറ്റ് വാട്ട് ഡി ബ്രോയ് സെഡ് വാസ് ട്രൂ. റൈറ്റ്. അപ്പോൾ ട്രൂ എന്ന് പ്രൂവ് ചെയ്തപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് റൈറ്റ് പിന്നെ തിയററ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഡി ബ്രോയിന് എന്ത് കിട്ടി, നോബൽ പ്രൈസ് കിട്ടി. ഒബ്വിയസ്ലി ഇതിന് ശേഷം ഡേവിസൺ ജർമനും പിന്നെ GP തോംസണും ഒക്കെ കിട്ടിയിട്ടാവും, ബിക്കോസ് ദേ പ്രൂവ്ഡ് ഇറ്റ്. റൈറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിനും ഇതിനെപ്പറ്റി പ്രൂവുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെരിമെൻ്റലി പ്രൂവ് ആണ് കേട്ടോ. ആര്, നമ്മുടെ ഡേവിസൺ ജർമനോ, അത് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എടുക്കാം. ഡേവിസൺ ജർമറും JJ തോംസണും എൻ്റെ മകൻ GP തോംസണൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു. നമ്മുടെ ഡി ബ്രോയ് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് കൊടുത്തത്. സോ ഫോർ ദാറ്റ് ഹി റിസീവ്ഡ് എ നോബൽ പ്രൈസ്. റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ m മാസ്സുള്ളൊരു പാർട്ടിക്കിൾ എടുത്തു വന്നിരിക്കുക, അത് v വെലോസിറ്റിയിൽ നീങ്ങുകയാണ്. അപ്പോൾ അതിനെന്തുണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് പാർട്ടിക്കിൾ അല്ല, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ v വെലോസിറ്റിയിൽ നീങ്ങുന്നത്, ഈ പാർട്ടിക്കിൾ എങ്ങനെ നീങ്ങുന്നുണ്ടെന്ന് അയാൾ പറയണേ. ഹി സെഡ് ദാറ്റ് ഹി ഈസ് മൂവിങ് ഇൻ എ വേവ് നേച്ചർ. ക്ലിയർ. ആ പാർട്ടിക്കിൾ അതായത് സ്ട്രേറ്റ് അവേ ഇങ്ങനെയല്ല എന്ന്, റൈറ്റ്, ഇറ്റ് ഈസ് ആക്ച്വലി മൂവിങ് ഇൻ വേവ് നേച്ചർ. ആ മൂവ് ചെയ്യുന്ന ആ പാർട്ടിക്കിളിന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, വേർ ലാംഡ ഇസ് ഈക്വൽ ടു h/p. റൈറ്റ്. അതിൽ p ആണ് മൊമെൻറ്റം, റൈറ്റ്, p മൊമെൻറ്റം, h എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. എച്ചിൻ്റെ വാല്യൂ ഓർമ്മ ഉണ്ടാവും, 6.626 ഇൻറ്റു 10⁻³ ജൂൾസ് സെക്കൻഡ്. റൈറ്റ്. ക്ലിയർ. P എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ആൻഡ് വെലോസിറ്റി ബൈ വിച്ച് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണ്ട. ഇതിൽ മൊമെൻറ്റം എന്നുള്ളത് നോക്കിയേ ഇതിൽ നോക്കിയാൽ ഡുവൽ നേച്ചർ ഈ ക്വസ്റ്റനിൽ തന്നെ വരുന്നുണ്ട്. എന്താ, മാറ്ററിന് ഡുവൽ നേച്ചർ എന്ന് ഇതിൽ മനസ്സിലാക്കും. എന്താ, P മൊമെൻറ്റം ഏതാണ്ടാവുള്ളൂ, പാർട്ടിക്കിൾസിനാണ് മൊമെൻറ്റം നമ്മൾ കൂടുതൽ പറയും അല്ലേ. സോ P ഡെപിക്ട്സ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ദ മാറ്റർ. ലാംഡ എന്തിനുണ്ടാവണതാ, വേവിനുണ്ടാവണതാ അല്ലേ. അപ്പോൾ ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് സെൽഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് അല്ലേ. ലാംഡ വേവ് നേച്ചറിനും മൊമെൻറ്റം പാർട്ടിക്കിൾ നേച്ചറിനും ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ ആവണ്ട റൈറ്റ്. അപ്പോൾ മാറ്റർ മൂവ് ചെയ്യുന്നത് വേവിൻ്റെ ഫോമിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ വേവ്സിനെ നമ്മൾ മാറ്റർ വേവ്സ് എന്ന് വിളിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. He said that the wave nature or wave motion of the matter or particles should be termed as matter waves. അപ്പോൾ എല്ലാ മാറ്ററിനും അതിൻ്റെ സ്വന്തമായ വേവ് നേച്ചറുണ്ട്, ഹെൻസ് സ്വന്തമായ വേവ് ലെങ്ത്തും ഉണ്ട്. റൈറ്റ്, ക്ലിയർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫോട്ടോണും ഒരു പാർട്ടിക്കിളാണ് ശരിക്കും അല്ലേ. ലൈറ്റ് പറഞ്ഞല്ലോ, ഇതിന് അയാൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കേട്ടോ അതൊക്കെ. അയാൾ പറഞ്ഞു ഫോട്ടോൺ, അതായത് നമ്മൾ അപ്പോഴത്തേക്കൊക്കെ ഫോട്ടോണൊക്കെ നന്നായി ഡിസ്ക്രൈബ് ചെയ്തല്ലോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ. ഫോട്ടോൺ ഒരു പർട്ടിക്കുലർ പറയുകയാണെങ്കിൽ എന്താ, പാർട്ടിക്കിളാണ് അല്ലേ. ആ പാർട്ടിക്കിൾ ലാംഡ വേവ് ലെങ്ത്തിൽ നീങ്ങുന്നു അല്ലേ, അത് വേവ് നേച്ചർ കാണിക്കുന്നുണ്ട് അല്ലേടോ. ഇങ്ങനെയല്ലേ പോണത് ലൈറ്റ്. വേവ് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചർ എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണല്ലോ. സോ ദാറ്റ് ഫോട്ടോൺ ഈസ് ഹാവിങ് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് വേവ് ലെങ്ത് ലാംഡ ആൻഡ് ദാറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് പറഞ്ഞത്. ക്ലിയർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീനിയേഴ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ നീയോ അല്ല ഞാനോ ഒക്കെ നിൽക്കുമ്പോൾ ഒന്നും വേവ് നേച്ചറിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നില്ലല്ലോ, വി ആർ നോട്ട് മൂവിങ്. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ തന്നെ, സപ്പോസ് ഒരു മനുഷ്യനുണ്ട്, സപ്പോസ് എ മാൻ, അയാൾക്ക് 100 കിലോഗ്രാമാണെന്ന് വിചാരിക്കുക, റൈറ്റ്, ആൻഡ് ഹി റൺസ് വിത്ത് എ വെലോസിറ്റി ലെറ്റ്സ് സേ 10 m/s അല്ലേ. അപ്പോൾ അയാളുടെ വേവ് ലെങ്ത് ഇതേ ഇക്വേഷൻ വെച്ചിട്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. h/p ഞാൻ mv എന്ന് എഴുതി. h എത്രയാണ്, 6.626, ഇതെന്ത് പറയുക, 626 × 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ്, 100 കിലോഗ്രാം, ഇത് 10 m/s. അപ്പോൾ എത്രയാണ്, 6.26 × 10⁻⁻37 അല്ലേ. ക്ലിയർ. ഇതിലെനിക്ക് 6.625 ആസ് ടു 6 എന്ന് എഴുതിക്കോ, 6 അല്ല എടുക്കണം, × 10⁻10 × 10⁻27 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞുതരാം. 6.626 × 10⁻27 ആംസ്ട്രോം എന്ന് പറഞ്ഞു. എടോ ഇതാണ് വേവ് ലെങ്ത്ത്. അതായത് 100 കിലോഗ്രാമിൻ്റെ മനുഷ്യൻ വേവിൽ മൂവ് ചെയ്യുന്നുണ്ട്. എത്ര വേവ് ലെങ്ത്തിലാണ്, ഇത്രയും ചെറിയ വേവ് ലെങ്ത്തിൽ. ഇറ്റ്സ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ബൈ നേക്കഡ് ഐ. നമുക്ക് കാണാൻ പറ്റില്ല, അത് നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് സോ സ്മോൾ ദാറ്റ് ഇതൊന്നും മെഷീൻ അല്ലെങ്കിൽ ഒരു മെഷീന് കൊണ്ട് പോലും അളക്കാൻ കഴിയില്ല. ദാറ്റ്സ് വൈ യു വിൽ നോട്ട് സീ എ പേഴ്സൺ, റൈറ്റ്, ബീയിങ് എ മാറ്റർ ടു ബി മൂവിങ് ഇൻ വേവ്. ക്ലിയർ. അപ്പോൾ ആ മനുഷ്യൻ ഓടുന്നുണ്ടെങ്കിലും നമുക്ക് തോന്നുക എന്താ, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് മൂവ് ചെയ്യണത്, ഒരു വേവിൻ്റെ നേച്ചർ അത് കാണിക്കുന്നില്ല. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ബോളിൻ്റെ എക്സാമ്പിളാണ്, അതൊന്നും നിങ്ങൾ നോക്കണം. എത്ര കിലോഗ്രാം എനിക്ക് ഓർമ്മയില്ല, 0.1 കിലോഗ്രാം അങ്ങോട്ടാണ്. വെലോസിറ്റി ഇതേമാതിരി 100 മീറ്ററോ 10 m/s കൊടുത്തിട്ട് അപ്പോഴും നമുക്ക് വേവ് ലെങ്ത്ത് എന്താ വളരെ വളരെ ചെറുതായിട്ടാണ് കിട്ടുക. ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മനുഷ്യനെടുത്ത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം, റൈറ്റ്. സോ വേവ് ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ യു കനോട്ട് സീ ദാറ്റ് വേവ്. ക്ലിയർ, മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പോഴും സീനിയേഴ്സ്, അതായത് സീനിയർ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു, അപ്പോൾ ഇതുകൊണ്ട് എന്ത് ഉപകാരം, നിങ്ങൾ പറയണ മാറ്റർ എന്താണ്, വേവ് നേച്ചറായിട്ട് പോകേണ്ടതെന്ന്, എന്നിട്ട് നിങ്ങൾ പറയണ ആ വേവ് നേച്ചർ ഉള്ളത് നമുക്ക് കാണാനും പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എന്ത് ഉപകാരം, റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ സാധനങ്ങൾക്കല്ലേ പ്രശ്നമുള്ള, മനുഷ്യൻ അല്ലെങ്കിൽ വലിയ ഒബ്ജക്റ്റിനൊക്കെ നല്ല മാസുകളായിരിക്കും അല്ലേ, റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ മാസുകൾ നിങ്ങൾ എടുക്കണ്ട, ലെറ്റ് us കൺസിഡർ യൂണിവേഴ്സൽ എലമെൻ്ററി പാർട്ടിക്കിൾസ്, റൈറ്റ്. ചെറിയ പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ആറ്റം, ഇലക്ട്രോണ്, പ്രോട്ടോണ്, അങ്ങനത്തെ ചെറിയ ചെറിയ മോളിക്യൂൾസിനെ പറ്റിയിട്ട് പഠിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ വേവ് ലെങ്ത് ഉണ്ടോ ഇല്ലയോ എന്ന്, റൈറ്റ്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, ഇതിന് ശേഷം കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള എലമെൻ്ററി പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇലക്ട്രോണിനെ പറ്റിയിട്ട് പഠിച്ചപ്പോഴാണ് നെക്സ്റ്റ് ഡേവിസണും ജെർമറിനും എന്ത് കിട്ടിയത്, ഓസ്കർ നോബൽ പ്രൈസ് കിട്ടിയിരിക്കും. അയ്യോ. അപ്പോൾ ഇലക്ട്രോണിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്, റൈറ്റ്. അപ്പോൾ ഇവിടെ സൈഡിൽ എഴുതി വയ്ക്കുക, നമുക്ക് എന്താണ് നമ്മുടെ ഡി ബ്രോയ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഡി ബ്രോയ് ഹൈപ്പോത്തസിസിൽ നിന്ന് എന്താണ് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ, അത് തന്നെയായിരിക്കും, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മാസ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെ ഒന്ന് ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇസ് 9.1 × 10⁻31
kilogram, right? Speed of electron, this is also found, okay, around 10 to power 6 meter per second. ചില ടെക്സ്റ്റ് ബുക്കിൽ 10 to power 5 ഉണ്ട്, 10 to power 4 ഉണ്ട്, വലിയ കുഴപ്പമൊന്നും വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല, റൈറ്റ്? സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇസ് 10 to power 6 meter per second. ലാംഡ അപ്പോൾ എന്താണ്? h/mv അല്ലെങ്കിൽ h/p അല്ലേ? അപ്പോൾ എച്ചിന് പകരം എന്താ എഴുതും? 6.626 ഇൻറ്റു 10 to power -34 ഡിവൈഡഡ് ബൈ മാസ് എത്രയാണ് വന്ന് 9.1 ഇൻറ്റു 10 to power -31 ഇൻറ്റു വെലോസിറ്റി എടുക്കണം എത്ര 10 to power 6, റൈറ്റ്? ക്ലിയർ ആവണ്ട? അപ്പോൾ ഏതാണ്ടൊക്കെ കാൽക്കുലേഷൻ കറക്റ്റ് വാല്യൂ ഇല്ല കേട്ടോ ഞാൻ പറയണേ, ഒരു ഏതാണ്ട് 7.33 ഇൻറ്റു 10 to power -10 മീറ്റർ അല്ലെങ്കിൽ -10 to power -10 മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 7.33 ആംസ്ട്രോങ്. എക്സാക്ട് വാല്യൂ ഇല്ല കേട്ടോ, റൈറ്റ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്? അപ്പോൾ ലാംഡ ഓഫ് ഇലക്ട്രോൺ ഹാസ് ബീൻ ഫൗണ്ട് ആസ് 7.33 ആംസ്ട്രോങ്. അതായത് ഈ വേവ് ലെങ്ത് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ മെഷറബിളാണ്, റൈറ്റ്? അപ്പോൾ എന്തായി? പ്രൂവായി. എന്ത്? ഇലക്ട്രോൺസിന് തിയറട്ടിക്കലായിട്ടാണ് കേട്ടോ ഇതൊക്കെ, എന്താണ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഹീ സെഡ് ഇലക്ട്രോണിന് അപ്പോൾ എന്ത് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി? ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ദാറ്റ്സ് വൈ ദ ഇലക്ട്രോൺസ് ഈസ് ഹാവിങ് വാട്ട്? വേവ് ലെങ്ത്. ക്ലിയർ ആവണ്ട? പിന്നെയും ഏതാണ്ട് അടുത്തായിട്ട് ഇതിപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസാണ് കേട്ടോ അത്. അതായത് 1980 അയോഡിനില്ലേ, അതിൻ്റെ വലിയ മോളിക്കുളാണെന്നറിയല്ലേ? അപ്പോൾ അയോഡിൻ്റെ മോളിക്കുളിന് വരെ എന്ത് നേച്ചർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു? വേവ് ലെങ്ത് നേച്ചർ, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ആൻ അയോഡിൻ മോളിക്യൂൾ വാസ് ഫൗണ്ട്, ഹെൻസ് ടെലിംഗ് ദാറ്റ് അയോഡിൻ മോളിക്യൂൾ ഈസ് ഹാവിങ് വേവ് നേച്ചർ. 1900 അതിലൊന്നും ഓസ്കർ എപ്പോഴും താണോ ഓസ്കർ എന്ന് രണ്ട് വയൽ നോബൽ പ്രൈസ് കിട്ടിയില്ല കേട്ടോ, റൈറ്റ്? സംതിങ് വിച്ച് ഇസ് നോ ജസ്റ്റ് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ നിന്ന് എന്താണ് അദ്ദേഹം നമ്മുടെ ഡി ബ്രോയ് പറഞ്ഞത്? വേവ് നേച്ചർ ഈസ് നോട്ട് പ്രോമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തു കാണില്ല എന്ന്. പ്രോമിനൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഹെവി ഓബ്ജക്ട്സ്, ബട്ട് in the case of എന്ന് എഴുതിക്കോ, but in the case of small particles, അതായത് ചെറിയ പാർട്ടിക്കിൾസിലാണ് വേവ് നേച്ചർ ശരിക്കും എടുത്ത് പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. ക്ലിയർ ആവണ്ട? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വേവ് ലെങ്ത്തിനെ രണ്ട് ടേംസിലാണ്, റൈറ്റ്? വേവ് ലെങ്ത്തിൻ്റെ രണ്ട് ഇക്വേഷനിൽ നമ്മൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ h/mv. അതായത് വി ഹാവ് റോട്ട് ദ ലാംഡ വേവ് ലെങ്ത് ഓഫ് എനി matter in terms of momentum as well as in terms of velocity, അല്ലേ? ഇനി നമ്മൾ we are going to write the same equation for wavelength of a matter, right, moving with the velocity v, right, in terms of kinetic energy. അതായത് kinetic energyൻ്റെ ടേംസിൽ വേവ് ലെങ്ത് എഴുതുക. അതാണ് ഫസ്റ്റ് കേസ്. ഏത് എഴുതാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. h/p മൊമെൻറ്റത്തിനെ കൈനറ്റിക് എനർജീൻ്റെ ടേമിൽ എഴുതുന്നത് എന്താ? √2m/ke, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ, റൈറ്റ്? ക്ലിയർ ആവുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൈഡിൽ എന്താ എഴുതണം? h/√2m/ke. അങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട് ഫോർ വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി. ക്ലിയർ ആയ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്, റൈറ്റ്? ക്ലിയർ? and they are having same kinetic energy. ഒരേ കൈനറ്റിക് എനർജി ആണെങ്കിൽ you are asked to arrange them in the decreasing order of de Broglie wavelength. അതായത് de Broglie wavelengthൽ, right, you are asked to arrange them in decreasing order. Decreasing order എന്ന് പറഞ്ഞാൽ ആദ്യം വലുതായിരിക്കണം, പിന്നെ കുറച്ച് ചെറുത്, പിന്നെ ചെറുത്, ഏറ്റവും ചെറുത്, അങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയണം, അല്ലേ? എല്ലാത്തിലും എന്ത് സെയിമാണ്? കൈനറ്റിക് എനർജി സെയിമാണ്. വളരെ സിമ്പിൾ അല്ലേ? എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? h/√2m കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി സെയിം. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ബേസിസിലായിരിക്കണം ഇക്വേഷൻ എഴുതേണ്ടത്. ക്ലിയർ ആയ? അപ്പോൾ കൈനറ്റിക് എനർജി സെയിം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
എച്ച് കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതി കൂടെ എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m. എച്ച് അല്ല, സോറി, ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m എഴുതാം അല്ലേ. അപ്പോൾ നോക്കിയേ, ഏതിനാണോ മാസ് കുറവ് അതിന് ലാംഡ കൂടുതലായിരിക്കും. അപ്പോൾ ഏതിനാ മാസ് കൂടുതൽ? ഇപ്പോൾ ഞാൻ നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എഴുതാണ്, ഇവിടെ പ്രോട്ടോൺ എഴുതാണ്, ആൽഫ എഴുതാണ്. ആൽഫേൻ്റെ മാസ് എത്രയാണെന്ന് അറിയാം? 4 AMU അല്ലേ. ഹീലിയത്തിൻ്റെ 4He2നെയാണ് നമ്മൾ ആൽഫ എന്ന് പറയാം. അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 4 AMU ആണ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. പ്രോട്ടോണിൻ്റെ 1 AMU ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 1837 AMU. അത് വളരെ ചെറുതാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പോൾ ഇലക്ട്രോണാണ് ഏറ്റവും കുറവ് മാസെങ്കിൽ ഇലക്ട്രോൺ ആയിരിക്കും എന്തായിരിക്കും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. സോ ലാംഡ ഇ ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ പി, പ്രോട്ടോണിൻ്റെ ഗ്രേറ്റർ ദാൻ ലാംഡ ആൽഫ. ക്ലിയർ ആവണ്ട? റൈറ്റ്. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ് വിച്ച് ഹെൽപ്സ് യു ടു ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൽഫ ബി, പിന്നെ ആൽഫ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. ക്ലിയർ ആവണ്ട? ഇനി we are going to write the same equation for wavelength of a matter in terms of acceleration potential. അതായത് പൊട്ടൻഷ്യൽ ടേംസിൽ ഇനി എഴുതാൻ പോവാണ് കേട്ടോ. ക്ലിയർ ആവണ്ട? അത് ശ്രദ്ധിച്ചേ, ചാർജ്ഡ് പാർട്ടിക്കിളുടെ കേസിൽ മാത്രം ഇത് എഴുതാൻ പാടുള്ളൂ കേട്ടോ. റൈറ്റ്. യു ക്യാൻ ഓൺലി റൈറ്റ് ദിസ് ഇക്വേഷൻ ഫോർ എ ചാർജ് പാർട്ടിക്കിൾ. അൺചാർജ്ഡ് പാർട്ടിക്കിളുള്ള ന്യൂട്രൽ പാർട്ടിക്കിൾസിന് ഇല്ല. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ എഴുതാൻ പറ്റുള്ള കൊണ്ട് ന്യൂട്രോൺ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. Right, so we are going to write the equation of wavelength of a matter or a particle in terms of acceleration potential. Right. അപ്പോൾ അതിനു വേണ്ടി സപ്പോസ് 2 പ്ലേറ്റുകൾ എടുക്കുകയാണ്. ഇത് 0 പൊട്ടൻഷ്യലിലും ഇത് V പൊട്ടൻഷ്യലിലും ആണെന്നിരിക്കുക. ഇവിടെ ഒരു ചാർജ് Q വയ്ക്കുകയാണ്. സേ ദിസ് Q is moving with a velocity V. അപ്പോൾ ഈ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ചാർജ് ഈ പൊസിഷനിൽ നിന്ന് ഇവിടം വരെ എടുത്തണമെന്നുണ്ടെങ്കിൽ സം വർക്ക് ഹാസ് ടു ബി ഡൺ. ദാറ്റ് വർക്ക് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ഒരു തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എത്രയാ? V-0 V അല്ലേ. സോ Q ഇൻറ്റു V അല്ലേ, അതാണ് W അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊരു ചാർജ് ഇവിടെ നിന്ന് ചാർജ് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന വർക്ക് ഏതിൻ്റെ എക്സ്പെൻസിലാണ്? ഈ ചാർജിൻ്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പെൻസിലാണ്. So I can say kinetic energy is converted into the entire work which is equal to Q into V അല്ലേ. കൈനറ്റിക് എനർജീൻ്റെ ടേംസ് അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ ലാംഡേൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ H/P അല്ലെങ്കിൽ H/√2m കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് എനർജിക്ക് പകരം ഇനി QV എഴുതി നോക്കിയേ. സോ ഐ ക്യാൻ റൈറ്റ് H/√2m QV. ഇത് വെലോസിറ്റി അല്ല, ഇത് പൊട്ടൻഷ്യൽ ആണ് കേട്ടോ. ക്ലിയർ ആവണ്ട? അപ്പോൾ 3 ഇക്വേഷൻസ് കിടക്കേണ്ട കണ്ടോ. റൈറ്റ്. ഇത് ഞാൻ മാറ്റളെ, പ്രശ്നം വരില്ല. റൈറ്റ്. സോ യു ഗോട്ട് ടു റൈറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ടേംസ് ഓഫ് ജസ്റ്റ് മൊമെൻറ്റം, ദെൻ കൈനറ്റിക് എനർജി, ദെൻ ആക്സലറേഷൻ പൊട്ടൻഷ്യൽ. ക്ലിയർ ആവുണ്ട്? ഇനി ഇതിൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ കേസുമാതിരി ഇലക്ട്രോണിൻ്റെ കേസ് ഇപ്പോഴും ഞാൻ പറയണ്ടല്ലോ. ഇലക്ട്രോണിൻ്റെ കേസ് എടുത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെഷ്യൽ കേസാണ്. ഇലക്ട്രോണിൻ്റെ മുകളിലാണ് ഏറ്റവും ആദ്യമായിട്ട് മാറ്ററിന് വേവ് നേച്ചർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അത് വിജയിച്ചത് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ സ്പെഷ്യൽ കേസ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിൻ്റെ ശരിക്കുള്ള വേവ് ലെങ്ത്തിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടി. വേവ് ലെങ്ത് ഉണ്ടെന്നും കിട്ടി. അതാണോ എക്സാക്ട് വാല്യൂ ഓർ യു ഗൈസ് ക്യാൻ ഗെറ്റ് എ പ്രോപ്പർ ഇക്വേഷൻ ഫോർ ഇറ്റ്. റൈറ്റ്. സോ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ. റൈറ്റ്. എക്സാക്ട് ഇക്വേഷൻ ഇത് പഠിക്കായിരിക്കും നല്ലത്. ഈ ഇക്വേഷൻ മക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. ക്ലിയർ ആയ? റൈറ്റ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു H/√2m QV അല്ലേ. അപ്പോൾ ഇവിടെ അതായത് ഈ 2 പ്ലേറ്റുകളുടെ ഇടയിൽ ഇവിടെ 0 പൊട്ടൻഷ്യൽ ഇവിടെ V പൊട്ടൻഷ്യലിൻ്റെ ഇടയിൽ ഇവിടെ ഒരു Q എന്ന് പറഞ്ഞ ചാർജ് വെച്ചതിന് പകരം E എന്ന് പറഞ്ഞൊരു ചാർജാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു മൂവ് ലെറ്റ്സ് സേ വിത്ത് വെലോസിറ്റി V. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈ വയ്ക്കുന്ന പാരാമീറ്റേഴ്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്താം. അതായത് H/√2m അല്ലേ. മാസ് ഓഫ് ഇലക്ട്രോൺ അത് ഞാൻ M എന്ന് എഴുതാണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ E എന്ന് എഴുതാണ്. V എന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻപുട്ട് പൊട്ടൻഷ്യൽ യു ആർ ഗിവിങ്.
ഓക്കെ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ √2. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു വി അപ്ലൈഡ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആവുണ്ടോ? അപ്പോളേ ഇത് കഷ്ടപ്പാടല്ലേ മുഴുവൻ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുന്നത്. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, റൈറ്റ്? രണ്ട് വാല്യൂ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എടുക്കണേ. ലാംഡ ഇസ് ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ √v. ദറ്റ് ഇസ് ഇൻ ആംസ്ട്രോങ് ട്ടാ, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ NCERT പ്രകാരം. പക്ഷേ നീറ്റിൽ ഏറ്റവും എളുപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെയാണ് വരിക, റൈറ്റ്? ഈസ് √150/v. രണ്ടും സെയിം വാല്യൂ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് നീറ്റിന് ഇതായിരിക്കും യൂസ് ചെയ്യുക. രണ്ട് ആംസ്ട്രോങ്ങിൽ തന്നെയാണ് കേട്ടോ ആൻസർ വരിക. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ലാംഡ ഓർ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇക്വേഷൻ എഴുതിയെന്ന് ഓർമ്മ ഉണ്ടാ? ലാംഡ ഇസ് ഈക്വൽ ടു h/p, h/mv, h/√2m കൈനറ്റിക് എനർജി, h/√2m QV, റൈറ്റ്? എന്നിട്ട് സ്പെഷ്യൽ കേസസിൽ എന്താണ്? വി ഫൗണ്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ടു ബി ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ √v ഓർ √150/v ബോത്ത് ഇൻ ആംസ്ട്രോങ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? പഠിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി ചെറുതായിട്ട് ഞാൻ എടുക്കാൻ പോണത് നീറ്റ് പോർഷനാണ് മക്കളെ, ബോർഡല്ല കേട്ടോ. അതായത് ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ വരണമെന്നില്ല, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യന്മാർ വരണമെന്നില്ല, കുറച്ച് വളച്ച് ചോദിക്കാം. അതായത് പല പല ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്ത് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ നമുക്ക് എല്ലാം അപ്പോൾ ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ എഴുതാം: ഡി ബ്രോയ് വേവ് ലെങ്ത് of gas molecule. de Broglie wavelength of gas molecule. കേട്ടോ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾ എന്നൊക്കെ പറയുമ്പോൾ ഏത് ചാപ്റ്ററായിട്ട് ലിങ്ക് ചെയ്തിരിക്കണമെന്ന് അറിയാം? നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡി ബ്രോയ് വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കണേ. ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? h/p. h നമുക്കറിയണ വാല്യൂ, p നമുക്കറിയണം. ഇത് ഗ്യാസ് മോളിക്യൂളിൻ്റെ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാലും മതി, √2m കൈനറ്റിക് എനർജി എങ്കിലും കിട്ടിയാൽ മതി, റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഇതിലാണ് ചിന്ത വയ്ക്കേണ്ടത്. നമ്മൾ +1 വി ഹാവ് ഫൗണ്ട് ദാറ്റ് കൈനറ്റിക് എനർജി ഓഫ് മോണോമോളിക്യൂൾ നമുക്ക് നോക്കാം. ഡൈമോളിക്യൂൾ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. മോണോമോളിക്കുലർ കേസസ് നോക്കാം. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ മോണോ ടൈപ്പ് മോണോ ആറ്റമിക് എടുക്കാം അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് മോളിക്യൂൾ എത്ര വരിക? ഫ്രീഡം ഓഫ് ഓർമ്മണ്ട, ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ബേസിൽ ഓർമ്മണ്ട F/2 kT. എന്താ ടീക്ക് ഒരു വളവ് വന്ന് kT, റൈറ്റ്? where K is Boltzmann's constant and T is absolute temperature and F gives you degree of freedom. ഇങ്ങനെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് മോളിക്യൂൾ ഓൺ എ ഗ്യാസ്, റൈറ്റ്? അതിൽ മോണോക്രോമാറ്റിക് ആണെങ്കിൽ എന്താണെന്ന് ഓർമ്മണ്ട? മോണോക്രോമാറ്റിക് ഗ്യാസസിൽ F എന്തായിരിക്കും? 3 ആണ്, റൈറ്റ്? ഡൈ ആവുമ്പോൾ അത് 5 ആവും, ട്രൈ ആവുമ്പോൾ എന്താ 7 ആവും, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ മോണോആറ്റമിക് മാത്രം നോക്കാം, അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് മാത്രം നോക്കാം കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഈച്ച് മോളിക്യൂൾ ഇൻ ദ കേസ് ഓഫ് മോണോക്രോമാറ്റിക് ഗ്യാസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? എഫിൻ്റെ സ്ഥലത്ത് 3/2 kT. അപ്പോൾ കൈനറ്റിക് എനർജി കിട്ടിയില്ലേ? ഇനി ജസ്റ്റ് ലാംഡ കണ്ടുപിടിക്കണം എന്നല്ലേ ഉള്ളൂ. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യണം, നിങ്ങളുടെ സ്കൂൾ പോർഷൻ അല്ല, റൈറ്റ്? അപ്പോൾ എന്താ ചെയ്യുക? ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √2m കൈനറ്റിക് എനർജി, റൈറ്റ്? അപ്പോൾ h/√2m 3/2 kT, റൈറ്റ്? ക്ലിയർ ആവുണ്ടോ? അപ്പോൾ എച്ചിന് എന്ത് എഴുതാം? h ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ h എഴുതണ്ട, ലാംഡ തന്നെ എഴുതി വയ്ക്കാം.
അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക √3 അല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് എഴുതാം ലാംഡ ഇസ് ഈക്വൽ ടു √3mkt. ഇതൊരു ഡബ്ബയിലിട്ട് വയ്ക്കുക. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ wavelength of a gas molecule which is monoatomic അല്ലെങ്കിൽ മോണോക്രോമാറ്റിക്. ഡൈ ആകുമ്പോൾ എന്താവും, ഈ 3ന് പകരം 5 എഴുതണം. അടാ അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ക്ലിയർ ആവുന്നത് വിചാരിക്കണേ, റൈറ്റ്? അല്ലെങ്കിൽ മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആണ് m. T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇനി ഇതിനും ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, റൈറ്റ്? ഷോർട്ട് കട്ട് ഫോർ ഡ്രോയിങ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആവുണ്ടോ? അതായത് ലാംഡയ്ക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ച് വെച്ചാൽ മതി. 25.6 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ക്യാപിറ്റൽ T. ഇത് ക്യാപിറ്റൽ M ഈ സ്മോൾ m എന്ന് വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ. ഹെൻസ് ബിക്കോസ് m എന്ന് പറയുന്നത് മോളാർ മാസ് ആണ് കേട്ടോ. മോളാർ മാസ് ഏത് ഗ്യാസിനെ പറ്റിയിട്ടാണോ പഠിക്കുന്നത്, ആ ഗ്യാസിൻ്റെ മോളാർ മാസ് ആണ് m. T അബ്സൊല്യൂട്ട്ലി ഈസ് ടെമ്പറേച്ചർ. ഇതിലെ ആൻസർ വരിക ആംസ്ട്രോങ്ങിലായിരിക്കും. വേവ് ലെങ്ത്തിൻ്റെ ആൻസർ വരിക ആംസ്ട്രോങ്ങിലായിരിക്കും കേട്ടോ. റൈറ്റ്. ഇനി നോക്കിയേ, ഇതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നമ്മളോട് പറയണത് യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ വേവ് ലെങ്ത് റേഷ്യോ ഓഫ് ഹീലിയം വിച്ച് ഇസ് അറ്റ് 27 degrees Celsius to wavelength of nitrogen at 127 degrees Celsius, right? And we are going to assume these both are monochromatic in nature or monoatomic in nature, right? അപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് നേരത്തെ ഫോർമുല അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാംഡ HE ബൈ ലാംഡ N2 ഇസ് ഈക്വൽ ടു എന്താ 25.6 √m. ഹീലിയത്തിൻ്റെ എന്താ വരിക 4. എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ എത്ര 27 അല്ലേ, അപ്പോൾ എത്രയാണ് 300 ഡിഗ്രി. ക്ലിയർ ആവുണ്ടെന്ന് എനിക്കണേ. 273 കൊണ്ട് ആഡ് ചെയ്തു. ഇൻറ്റു എന്തുകൊണ്ട് ഇൻറ്റു ചെയ്ത് ഇത് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഡിവിഷൻ തന്നെ എഴുതാം, എന്നിട്ട് നമുക്ക് ഇൻറ്റു വെക്കാം, അങ്ങനെ വന്നിരിക്കാം. ഡിവൈഡഡ് ബൈ 25.6 റൂട്ട് വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് നൈട്രജൻ 28 റൂട്ട് ടെമ്പറേച്ചർ എത്രയാണ്, ഒരു 100 കൂടുതലെന്നുള്ളൂ 400, റൈറ്റ്? ഓർ ഐ ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ്, ഇത് രണ്ട് കട്ട് ചെയ്ത് പോലെ, റൈറ്റ്? ക്യാൻ ബി ഫൗണ്ട്. ഇനി ആൻസർ കയ്യിലിരിപ്പുമായിരിക്കും. അതായത് √28 400 ഡിവൈഡഡ് ബൈ 4 √300, റൈറ്റ്? ഏതാണ്ട് കറക്റ്റ് അല്ല, 3 അതായത് 0.5 കുറവായിട്ടുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. എക്സാക്ട് വാല്യൂ എന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. ക്ലിയർ ആയ? ഇതിങ്ങനെയാണ് പ്രോബ്ലംസ് വരും. ഞാൻ പറഞ്ഞല്ലോ ഇനി മിക്സപ്പ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ സപ്പോസ് ഇതേമാതിരി ഇത് മിക്സപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. ഒരു ഇൻറ്റു ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ്, കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിലേക്ക് v വെലോസിറ്റിയിൽ ഒരു ചാർജ് വരികയാണ് കേട്ടോ. v വെലോസിറ്റിയിൽ ചാർജ് വന്നു, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് മൂവ് ചെയ്യാൻ പോകുന്ന വേവ് ലെങ്ത്താണ് ചോദ്യം കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കുക, അതിനൊക്കെ ഞാൻ റെഡിറക്ണർ ഇക്വേഷൻ തരാം കേട്ടോ. നിങ്ങൾക്ക് വാല്യൂസ് ഒന്നും ഉണ്ടെങ്കിൽ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയണേ. അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനൊരു ചാർജ് when it is coming inside a magnetic field it undergoes a circular motion എന്നൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടാ, റൈറ്റ്? ചാർജിൻ്റെ വെലോസിറ്റി ഇങ്ങനെ വെച്ചിട്ട് സർക്കുലർ മോഷനിൽ സപ്പോസ് ഇത് പോകുന്ന വഴീൻ്റെ റേഡിയസ് 6 വിചാരിക്കുക അല്ലേ. അപ്പോൾ ലാംഡ അല്ലേ ചോദിച്ചിട്ടുള്ളത്, ലാംഡ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതും h/p അല്ലേ, h ഡിവൈഡഡ് ബൈ mv അല്ലേ. നമ്മളെ ഈ സൈക്ലോട്രോണിൻ്റെ ഭാഗത്തൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവിടെ റേഡിയസ് ഓഫ് പാത്ത് ഇസ് ഈക്വൽ ടു mv/qb എന്ന് എഴുതിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് എനിക്ക് mv എടുക്കാമല്ലോ, ഈ qbr അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് mv ഇസ് ഈക്വൽ ടു qbr. ഈ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു h/qbr. ക്ലിയർ ആയാ? ഇത്രയും തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൂ, റൈറ്റ്? ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. അതായത് സപ്പോസ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഡിക്രീസ്ഡ് ബൈ 2%, റൈറ്റ്? ഫൈൻഡ് ദ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. സിമ്പിളല്ലോടോ. എന്തുകൊണ്ടാണ്? ലാംഡ വേവ് ലെങ്ത്തും മൊമെൻറ്റവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ മൊമെൻറ്റം 2% ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഡ എത്ര വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തു? 2% വെച്ച് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇത് സിമ്പിളല്ലേ, റൈറ്റ്? അതെന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ മാത്രമല്ല, നിങ്ങൾ എറർ പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ഈക്വൽ ടു h എടുത്തോളൂ, ഡെൽറ്റ h ബൈ h
മൈനസ് അല്ലേ, ഡിനോമിനേറ്റർ അല്ലേ മൊമെൻറ്റം, ഡെൽറ്റ പി ബൈ പി അല്ലേ, ക്ലിയർ ആവണ്ട. അതിൽ ഡെൽറ്റ എച്ച് ചേഞ്ച് ചെയ്യണ്ട, എച്ച് ഇല്ല, സോ ഇറ്റ് ബിക്കംസ് 0 മൈനസ് ഡെൽറ്റ പി എത്ര വെച്ചിട്ട് കുറഞ്ഞിട്ടുള്ളത്, മൊമെൻറ്റം -2 വെച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ -2%, റൈറ്റ്. അപ്പോൾ ഡെൽറ്റ ലാംഡ അല്ലേ, ഇത് ലാംഡ, റൈറ്റ്. അപ്പോൾ എത്രയായാലും മൈനസ് വരുമ്പോൾ എത്ര 2, സോ +2% ഇൻറ്റു 100 ഒക്കെ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഞാൻ ഷോർട്ട് ട്രിക്കല്ല ചെയ്തത്, ക്ലിയർ ആയ, റൈറ്റ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിട്ടോ. ഇതൊക്കെ നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇനി വരാൻ പോണത്, റൈറ്റ്. അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ ന്യൂട്രോൺ, റൈറ്റ്, ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഹെവി വാട്ടർ അറ്റ് എ ടെമ്പറേച്ചർ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ദ ക്വസ്റ്റ്യൻ ഈസ് ഇങ്ങനെ എഴുതിയേക്കാം, ഡി ബ്രോഗ്ലി എന്നാണ്, ഡി ബി എഴുതുള്ളൂ, ബ്രോഗ്ലി എന്നാണ് ഞാൻ പറയുന്നില്ലേ. ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് എ ന്യൂട്രോൺ ഇൻ തെർമൽ ഇക്വിലിബ്രിയം with heavy water at a temperature T and mass m is. എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടും, ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ, അപ്പോൾ അധികം കൊല്ലമായിട്ടില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, എപ്പോഴും പോസ് ചെയ്യുക, എന്നിട്ട് സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക, റൈറ്റ്. അപ്പോൾ ആൻസറിലേക്ക് പോവാം. അപ്പോൾ എവിടെ ഡി ബ്രോഗ്ലി എന്നാണ് പിന്നെ പറയണ്ടല്ലേ, ഡി ബ്രോയ് വേവ് ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, ലാംഡ = h/p നല്ല ഭംഗിയിൽ എഴുതുക. ഗ്യാസ് അങ്ങനത്തെ മെറ്റീരിയൽസ് വരുമ്പോൾ നമ്മൾ എന്ത് എഴുതാം, √2m കൈനറ്റിക് എനർജി എന്ന് നമ്മൾ എഴുതിയിടുക അല്ലേ. അപ്പോൾ തെർമൽ ന്യൂട്രോൺ എന്നൊക്കെ പറയുമ്പോഴോ അതെന്താ, ഒരു മോണോ ആറ്റമിക് ആണ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ തന്നെ ഞാൻ ഇക്വേഷൻ എഴുതിയത് എന്താ, h/√3m KT ഇങ്ങനെ എഴുതാം, റൈറ്റ്. ഓർമ്മ ഉണ്ട് വിചാരിക്കുന്നത്, റൈറ്റ്. ഇക്വേഷൻ അവിടെ ഉണ്ടായിരുന്നില്ലേ, റൈറ്റ്, ദേ അവിടെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്ലിയർ ആവണ്ട. അപ്പോൾ ന്യൂട്രോൺ ചോദിച്ചു, ഹെവി വാട്ടർ ചോദിച്ചു, റൈറ്റ്, ക്ലിയർ ആവണ്ട. ന്യൂട്രോണിൻ്റെ കാര്യം മാത്രം ചോദിച്ചാൽ മതി. സമജ്മയായ വലിയ എന്താണ് ഭയങ്കര കോഡ് ഭാഷയിലൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, അനർജി. ഇനി ഏതോ നല്ല ക്വസ്റ്റ്യൻ ഉള്ളത്, നല്ല ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നിങ്ങളോട് ഗ്രാഫിക്കൽ തെറ്റ് ചോദിക്കുകയാണ് കേട്ടോ. ക്യാൻ യു ഗിവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെൻറ്റം പിയും വേവ് ലെങ്ത് എക്സ് ആക്സിസിലും ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഇരിക്കുക എന്നുള്ളത്, എങ്ങനെ ഇരിക്കുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. അപ്പോൾ എങ്ങനെ ഗ്രാഫ് ഇരിക്കുക, ഓക്കെ, പി അല്ലെങ്കിൽ ഇങ്ങനെ എഴുത്, ലാംഡ = h/p. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെ താഴോട്ട് വരുമെന്നറിയാം, പക്ഷെ എന്താ ഹൈപ്പർബോള ആയിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ്, മുകളിലൊരു h കോൺസ്റ്റൻ്റ് ഉണ്ട്, റൈറ്റ്. സോ ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് ദിസ്. ഇത് അറിഞ്ഞിരുന്നാൽ കൊള്ളാം കേട്ടോ, റൈറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേമാതിരി പോട്ടെ. അപ്പോൾ കൈനറ്റിക് എനർജി കേട്ടോ, റൈറ്റ്. കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ടു 16 times ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ, 16. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ വായിക്കേട്ടാ. ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് ഇൻക്രീസ്ഡ് ടു 16 times ഇറ്റ്സ് പ്രീവിയസ് വാല്യൂ, ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ്. അതായത് ആദ്യം കൈനറ്റിക് എനർജി ഇതാണെന്ന്, പുതിയ കൈനറ്റിക് എനർജി എന്താ 16 K ആണെങ്കിൽ എത്രത്തോളം ചേഞ്ച് വരും, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡി ബ്രോയ് വേവ് ലെങ്ത്. അപ്പോൾ എന്തെഴുതണം, നമുക്ക് കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലാംഡ = h/√2m കൈനറ്റിക് എനർജി നല്ല ഭംഗിയിൽ എഴുതുക. അപ്പോൾ λ1/λ2 എന്താണ് വരിക, √ അല്ലേ, ഇൻവേഴ്സ്ലി അല്ലേ. സോ കൈനറ്റിക് എനർജി 2 / കൈനറ്റിക് എനർജി 1. 2 എന്താണെന്ന് പറയുന്നുണ്ട്, 3 times ഇനീഷ്യൽ 1, 3 times k എന്ന് എഴുതാം. ഇത് പ്രീവിയസ് കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ √3 എന്ന് വന്നു അല്ലേ, 16 times ആണല്ലേ, സോറി കേട്ടോ, ഞാൻ ഇവിടെ എഴുതിപ്പോൾ കണ്ട, റൈറ്റ്. 16 times ദ പ്രീവിയസ് 1. അപ്പോൾ എത്ര, √16 എത്രയാണോ, 4/1 ആയില്ലേ, ഡിനോമിനേറ്ററിൽ 1 ആയി. റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എന്താ എഴുതാം, പുതിയ വേവ് ലെങ്ത് =
വാട്ട് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത് റേഷ്യോ അല്ലേ ചോദിച്ചിട്ടില്ലേ, പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലേ, അപ്പോൾ ഏതാണ് എക്സാക്റ്റ് എന്ന് ചോദിച്ചിട്ടില്ലേ. സോ യു ഗോട്ട് λ1/λ2 = 4/1 അല്ലേ. ക്ലിയർ ആവണ്ട. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണോ, λ2 - λ1 / λ2. അല്ലല്ലോ, തലതിരിഞ്ഞ് പോയല്ലോ. നോക്കി നോക്ക്. λ2/λ1 എത്ര വരിക, 1/4. ഇനിയിപ്പോൾ ശരിയാവും. പെർസെൻറ്റേജ് ഇൻക്രീസ് എന്താണോ, λ2 - λ1 / λ1 അല്ലേ, = എങ്ങനെയാണ് ഇതെങ്ങനെ വന്നേ, ഈ λ2 - λ1 ഇങ്ങനെ നോക്കിയേ. വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ പുട്ട് എ -1 ഓൺ ദ റൈറ്റ് സൈഡ്, അതായത് λ2 - 1 ഇവിടെ λ1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ λ1 ഇങ്ങനെ വരില്ലേ, റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക, 1/4 -1 എന്ന് എഴുതുക, റൈറ്റ്. അപ്പോൾ 4 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ, 1 - 1 അല്ലെങ്കിൽ -3/4 എന്ന് പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ എനിക്ക് പെർസെൻറ്റേജിലേക്ക് എഴുതുമ്പോൾ എത്രയാണ്, -75%. ക്ലിയർ ആവുണ്ടോ. ദാറ്റ് ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ഡി ബ്രോയ് വേവ് ലെങ്ത്. കേട്ടാ, തലതിരിഞ്ഞ് പോയതാട്ടാ. അച്ചൂടാ. ഇനിയൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Okay, electrons used in an electron microscope are accelerated by a voltage of 25 kilovolt. If voltage is increased to 100 kilovolt, then the de Broglie wavelength associated with the electrons would be. അതായത് ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ബിക്കോസ് അല്ലെങ്കിൽ അത് ക്ലാരിറ്റി ഇല്ല എന്ന് പൊതുവെ എനിക്ക് തോന്നി, പരാതി വന്നു. അപ്പോൾ ഐ എം റീഡിങ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഐ എം ഡിക്റ്റേറ്റിംഗ്. സോ ലാംഡയും പൊട്ടൻഷ്യലും തമ്മിൽ എന്താ റിലേഷൻ, റൈറ്റ്, 1/√V. അപ്പോൾ λ1/λ2 വിൽ ബി ഈക്വൽ ടു √V2/V1 അല്ലേ. പുതിയ പൊട്ടൻഷ്യൽ എത്രയാണ്, 100 കിലോ ഇലക്ട്രോൺ വോൾട്ടും പഴയ പൊട്ടൻഷ്യൽ 25 കിലോ ഇലക്ട്രോൺ വോൾട്ടുമാണ്. ഇത് രണ്ട് റേഷ്യോ എടുക്കുമ്പോൾ √4 എന്ന് വരും, അല്ലെങ്കിൽ 2 എന്ന് വരും അല്ലേ. അപ്പോൾ λ2 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഇനീഷ്യൽ വേവ് ലെങ്ത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, റൈറ്റ്. അപ്പോൾ ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. Particle of mass 1 milligram has wavelength as an electron moving with a velocity 3 × 10⁶ meter per second. What is the velocity of particle? ശ്രദ്ധിച്ച്, അതായത് പാർട്ടിക്കിൾ ഓഫ് മാസ് 1 milligram അതിനുണ്ടാവുന്നത് സെയിം വേവ് ലെങ്ത് ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ, റൈറ്റ്. ആൻഡ് വിച്ച് ഇലക്ട്രോണിന് എന്താണ് വെലോസിറ്റി ഉള്ളത്, ഈ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്താണ്, ഇസ് ഈക്വൽ ടു 3 × 10⁶ meter per second ആണെങ്കിൽ ആ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ λ1 ഇസ് ഈക്വൽ ടു h/mv. അപ്പോൾ ഇവിടെ h / മാസ് എത്രയാ, നമ്മളോട് എത്ര മാസ് പറഞ്ഞ്, 1 milligram അല്ലേ. അപ്പോൾ 1 × 10⁻³ എന്ന് എഴുതാം അല്ലേ. നമുക്ക് വെലോസിറ്റി അറിഞ്ഞുകൂടാ, അതവിടെ ഇരിക്കട്ടെ, റൈറ്റ്. ഇവിടെ v എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. ഇനി അതേമാതിരി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ നോക്കാം. അതെന്താ, h/mv ഇവിടെ എഴുതാമല്ലോ. 9.1 × 10⁻31 × 3 × 10⁶ അത്രയാണ് വെലോസിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട് ഏതിന്, ഇലക്ട്രോണിന്. ഇത് രണ്ടും തുല്യമാണെന്ന് പറയുന്നത്, അതായത് വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഈക്വറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ, h / 1 × 10⁻³ × v, ദറ്റ് ഇസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഈസ് ഈക്വൽ ടു h / 9.1 × 10⁻31 × 3 × 10⁶. അപ്പോൾ h ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ദ വെലോസിറ്റി, റൈറ്റ്. ദറ്റ് ഇസ് v വിൽ ബി ഈക്വൽ ടു 9.1 × 10⁻31 × 3 × 10⁶ ഡിവൈഡഡ് ബൈ 10⁻³ അല്ലേ. ഏതാണ്, 2.73 × 10⁻21 meter per second എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയാ, റൈറ്റ്. റൈറ്റ്. ഇപ്പോൾ നീ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, റൈറ്റ്. ഓക്കെ, ഔട്ട്. ഇത് ക്വസ്റ്റ്യൻ ഇത്ര ചേഞ്ച് ആണ് കേട്ടോ. An ionization chamber with parallel conducting plates as cathode and anode has 5 × 10⁷ electrons. Right? The number of electrons is 5 × 10⁷, right?
electrons and same number of singly charged positive ions, അതായത് number of positive ions p എന്ന് എഴുതാം. എത്രയെന്ന് തന്നിട്ടുണ്ട്? ഇതും സെയിം നമ്പറാന്ന് പറയുന്നത്. ഒരു ചേമ്പറാണ് കേട്ടോ, ഒരു അയണൈസേഷൻ ചേമ്പറിൽ കാഥോഡും ആനോഡും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇത്ര നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസും ഉണ്ട്. റൈറ്റ്, ക്ലിയർ? ദ ഇലക്ട്രോൺസ് ആർ മൂവിങ് ടുവേർഡ്സ് ആനോഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 0.4 മീറ്റർ പെർ സെക്കൻഡ്. ഇത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. ദ കറണ്ട് ഡെൻസിറ്റി ഫ്രം ആനോഡ് ടു കാഥോഡ്, current density, that current per unit area, right, that is given as 4 microampere per meter square, right? So you are asked what is the velocity of the positive ions which are moving towards cathode. Question ഞാൻ മുഴുവൻ വായിക്കാൻ പോണ്. An ionization chamber with parallel conducting plates as anode and cathode has 5 × 10⁷ electrons and same number of singly charged positive ions per centimeter cube. The electrons are moving towards the anode with velocity 0.4 meter per second. The current density from anode to cathode is 4 microampere per meter squared. The velocity of positive ions മൂവിങ് ടുവേർഡ്സ് കാഥോഡ്. ഇത് 1992 ചോദിച്ചിട്ടുള്ള AIPMT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറച്ച് പഴയതാണ്, എന്നാലും നല്ല ക്വസ്റ്റ്യൻ അത്. അപ്പോൾ മൊത്തം കറണ്ട് എന്ന് പറഞ്ഞത്, ഇത് ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടാ. മൊത്തം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോണും ഉണ്ട്, കറണ്ട് ഡ്യൂ ടു പോസിറ്റീവ് അയോൺസും ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അയോൺസ്. ചാപ്റ്ററിൽ ഓർമ്മ ഉണ്ടാ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? NEAVD, ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ ടേംസിൽ അല്ലെ. N എന്താണ്? 5 × 10⁷ പെർ മീറ്റർ ക്യൂബ് പെർ സെൻറ്റിമീറ്റർ ക്യൂബാന്ന് തന്നിട്ടുണ്ടല്ലേ, ഞാൻ പറയാൻ മറന്നുപോയി. അയ്യോടാ, കറണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇല്ലേ, ഇത് പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് കേട്ടോ, ഇതും പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. റൈറ്റ്, അപ്പോൾ മീറ്റർ പെർ ക്യൂബിലേക്ക് ആക്കണം. റൈറ്റ്, സോ റൈറ്റ് ഹിയർ N is equal to 5 × 10⁷ പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇത്രയാണ് ഓരോ സെൻറ്റിമീറ്റർ ക്യൂബിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയാലും നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ്. ഇതിന് സെൻറ്റിമീറ്റർ ക്യൂബിന് മീറ്റർ ക്യൂബ് ആക്കി കഴിഞ്ഞാൽ 5 × 10⁻13 പെർ മീറ്റർ ക്യൂബ്. അതവിടെ ആയിരിക്കട്ടെ. റൈറ്റ്, നൗ IE അപ്പോൾ എന്താ എഴുതാം? ഇലക്ട്രോണിൻ്റെ എന്നിൻ്റെ സ്ഥലത്ത് 5 × 10⁻13 അല്ലേ. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 × 10⁻−19. ഏരിയ എനിക്ക് അറിഞ്ഞൂടാ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് നിങ്ങൾക്ക് 0.4 തന്നിട്ടുള്ളത്. ക്ലിയർ ആവണ്ടാ? റൈറ്റ്, ക്ലിയർ? റൈറ്റ്, ഏത് ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് എന്തിന് പോസിറ്റീവിന് എഴുതാം. സെയിം തന്നെയാണ് N വരെ 10⁻13. ചാർജ് സെയിം ചാർജ് ആയിരിക്കും. എത്രയാണോ പോസിറ്റീവ് ഇലക്ട്രോൺ ചാർജ് അത്ര തന്നെ പോസിറ്റീവ് ചാർജ്. ഏരിയ എത്ര ഏരിയാന്നറിയില്ല, അതിൻ്റെ വെലോസിറ്റി ഇട്ട് തന്നിട്ടുമില്ല. റൈറ്റ്, so we just wrote the total current is equal to sum of current due to electrons and sum of due to positive. ഇനി അതിലേക്ക് ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൈറ്റ്, ക്ലിയർ ആവണ്ടാ? അയ്യോ എൻ്റെ അമ്മ ചെയ്യുന്നു മൂക്ക്, സോറി മൂക്ക് പറയുന്നു പോട്ടെ. എന്തില്ലേ നിർത്തിയേ? ഇനി വേറെ എന്താ? കറണ്ട് ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, അതായത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ എത്ര തന്നിട്ടുള്ള 5 മൈക്രോ എന്നുള്ള 4 മൈക്രോ എന്ന് പറഞ്ഞാൽ 4 × 10⁻6 ആംപിയർ പെർ മീറ്റർ സ്ക്വയർഡ്. അപ്പോൾ ഇതാണ് മൊത്തം കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. നോക്കി മനസ്സിലാക്കി തരാം. I is equal to IE + ID എന്നാണ് എഴുതിപ്പോൾ, ഡ്രിഫ്റ്റിൻ്റെ എഴുതി പോയി. IP അല്ലേ. ഇത് രണ്ടിനും എൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, ആ എൻ്റെ ക്വാണ്ടിറ്റി താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ. അപ്പോൾ ഇവിടെ IEൻ്റെ സ്ഥലത്ത് എന്ത് എഴുതും ഞാൻ? 5 × 10⁻13 × 1.6 × 10⁻−19 × 0.4 പ്ലസ് IPൻ്റെ അവിടെ എന്താ? അവിടുത്തെ A താഴേക്ക് കൊടുത്തു. 5 × 10⁻13 1.6 × 10⁻−19 0.4ൻ്റെ സ്ഥലത്ത് ഇവിടെ വെലോസിറ്റി അറിയില്ല പാർട്ടിക്കിളിൻ്റെ. ഈ I/A എത്രയെന്ന് തന്നിട്ടുണ്ട്? I/A is given as what? 4 × 10⁻6. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഫാക്ടർ. അപ്പോൾ ഇത് മാത്രമല്ലേ കിട്ടാത്തുള്ളൂ. ആ വെലോസിറ്റി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം കേട്ടോ. യു വിൽ ഗെറ്റ് ദ വെലോസിറ്റി ആസ് 0.1 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. തിരിഞ്ഞു പോയി. ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ക്വസ്റ്റ്യൻ എടുക്കണ്ടേ? റൈറ്റ്, ക്വസ്റ്റ്യൻ വായിക്കാൻ ശ്രദ്ധിക്കട്ടോ. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 cm ഫ്രം എ ഫോട്ടോ സെൽ ആൻഡ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതായത് എത്ര സെൻറ്റിമീറ്ററാണ് ഫോട്ടോ സെൽ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 50 cm ഡിസ്റ്റൻസിലാണ് ഫോട്ടോ സെല്ലും സോഴ്സ് ഓഫ് ലൈറ്റും. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ലെറ്റ്സ് സേ ഇസ് V0 അല്ലെങ്കിൽ VO. If the distance between the light source and the photocell is now made to 25 cm, right, new stopping potential എന്തായിരിക്കും? പുതിയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് ചോദ്യം. റൈറ്റ്, ശ്രദ്ധിച്ച്, ഫോട്ടോ സെല്ലും ലൈറ്റ് സോഴ്സിൻ്റെ ഡിസ്റ്റൻസുകളാണ് മാറുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രത്തോളം ചേഞ്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കർണാടക എൻട്രൻസ് എക്സാമിൻ്റെ കേട്ടോ. റൈറ്റ്, നീറ്റ് സെക്ഷനിൽ എടുത്ത ചോദ്യമാണ്. നീറ്റ് അതായത് നമ്മുടെ കീമില്ലേ അതുമാതിരി തന്നെ. റൈറ്റ്, അയ്യോ അപ്പോൾ ആദ്യം എന്തായിരിക്കണം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്? ഇത് നമ്മൾ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ കൊണ്ട് ഈ ഇക്വേഷൻ ഉണ്ടാക്കാനോ ഒന്നും നോക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ബിക്കോസ് യു നോ ദാറ്റ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് നോട്ട് ഗോയിങ് ടു ഡിപ്പെൻഡ് അപ്പോൺ വാട്ട്, റൈറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനിത്തിങ് അല്ലേ? ഡിസ്റ്റൻസിലൊന്നും ഡിപ്പെൻഡേ ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ 50 cm സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആണെങ്കിൽ 25 cm സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V0 തന്നെയാണ്. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 200 watt sodium streak lamp emits yellow light of ഇൻറ്റൻസിറ്റി ആണെന്നല്ല പടം. അപ്പോൾ 200 watt street lamp emits yellow light of wavelength 0.6 micrometer. Right, assume it to be 25% efficient. അതായത് 25% എഫിഷ്യൻസി ഉള്ളോട്ടാ ഈ ലൈറ്റ് ബൾബിന്, യെല്ലോ ലൈറ്റിന് എഫിഷ്യൻറ്റ് ഇൻ കൺവേർട്ടിങ് ഇലക്ട്രിക് എനർജി ടു ലൈറ്റ്. അതായത് ഈ ബൾബിന് 200 വാട്ടിൻ്റെ 2004 എഴുതി പോയി 200 വാട്ടിൻ്റെ ഈ ലൈറ്റ് ബൾബിന് എമിറ്റ് ചെയ്യണ വേവ് ലെങ്ത് 0.6 മൈക്രോമീറ്ററാണ്. ഇതിൽ ബൾബിൻ്റെ എഫിഷ്യൻസി 25% എന്ന് പറഞ്ഞാൽ എന്താൻ്റെ അർത്ഥം? കൊടുക്കുന്ന ഇൻപുട്ട് ഇലക്ട്രിക് പവറിനെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 ഇലക്ട്രിക് പവർ കൊടുക്കണമെങ്കിൽ 25% അതെന്താക്കി മാറ്റുന്നുള്ളൂ? ലൈറ്റായിട്ട് മാറ്റുന്നുള്ളൂ. റൈറ്റ്, സോ യുവർ ആസ്ക് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് യെല്ലോ ലൈറ്റ് എമിറ്റിംഗ് പെർ സെക്കൻഡ്? എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ എന്നാണ് ചോദ്യം. ഐ എം ഗോയിങ് ടു റീഡ് ദ എൻറ്റയർ ക്വസ്റ്റ്യൻ അഗെയിൻ. A 200 watt sodium street lamp emits yellow light of wavelength 0.6 micrometer. Assuming it to be 25% efficient in converting electrical energy to light, the number of photons of yellow light it emits per second is. ഞാൻ ഇങ്ങനെ വായിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാന്ന്? തെളിഞ്ഞു കാണില്ല, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റീഡ് ചെയ്യാണ്, എഴുതിയെടുക്കുക. അത് നമ്മുടെ കഴിവുമായിരിക്കും കേട്ടല്ലോ. റൈറ്റ്, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25% ഓഫ് എത്ര 2000 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം എന്നറിയൂ? 2000 വാട്ട് മിനിമം ഉണ്ടായാലേ സാധനം വർക്ക് ചെയ്യുള്ളൂ എന്നാണ്. റൈറ്റ്, അപ്പോൾ 25% ഓഫ് 2000 വാട്ട് അല്ലെങ്കിൽ 200 വാട്ട് കൺവേർട്ടർ ഇലക്ട്രിക്കൽ എനർജി അല്ലേ? 2000 വാട്ടിൻ്റെ അത്രയും പവർ ഇൻപുട്ട് കൊടുക്കേണ്ടെന്ന്. അതിന് 25% കൺവേർട്ട് ചെയ്യണുള്ളൂ എന്ത്? ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ്. റൈറ്റ്, അപ്പോൾ hc/λ അതാണ് എനർജി അല്ലേ? അതിൻറ്റു n അല്ലേ? ഒരു ഫോട്ടോൺ എടുക്കുന്ന എനർജി hc/λ. n നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവുന്നതായിരിക്കുമല്ലോ ലൈറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ മൊത്തം എനർജി എത്ര? n × hc/λ. എത്ര പുറത്തേക്ക് വരുന്നത്? 25% ഓഫ് 200 വാട്ട്. ക്ലിയർ ആവണ്ട? n എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ അറിയാമല്ലോ. c എന്താണെന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് n = എന്തെന്ന് എഴുതാം? 200 × 25 ഡിവൈഡഡ് ബൈ 100 × λ/hc. ഓക്കെ, ഇവിടെ നാനോമീറ്ററിലൊന്നും അല്ല, അതുകൊണ്ടാണ് വാല്യൂസ് ഇടുന്നത് കേട്ടോ. 200 × 25 വേവ് ലെങ്ത് എത്ര? 0.6 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 100. 6.26 6.2 എന്ന് എടുത്താൽ മതി. 10⁻34 സി 3 × 10⁸. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ തന്നാൽ മതി കേട്ടോ. 25 ഇവിടെ 4 കൊണ്ടൊക്കെ വെട്ടിക്കളയാൻ പറ്റും. റൈറ്റ്, ഈ 6 ഞാൻ ഒരേമാതിരിയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ തന്നെ അപ്രോക്സിമേറ്റ് ചെയ്യാം. ക്ലിയർ? മനസ്സിലാവണ്ട? റൈറ്റ്, അപ്രോക്സിമേഷൻസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 50 ആവും. റൈറ്റ്, പിന്നെ ഇത് 3 വെച്ചിട്ടൊക്കെ അല്ലേ?
right? So you will get around 3/2 അടുത്തുള്ള വാല്യൂ കിട്ടും. അല്ലെങ്കിൽ I can write you will get 1.5 into 10 to power 20 number of photons per unit seconds ആണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയ? റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 2 radiations of photons energies 1 electron volt and 25 electron volt successively illuminate a photosensitive metallic surface of work function 0.5 electron volt. The ratio of maximum speeds of the emitted electrons. റൈറ്റ്. അപ്പോൾ നമുക്ക് 2 വെലോസിറ്റീസാണ് കണ്ടുപിടിക്കേണ്ട റേഷ്യോ V1/V2. അപ്പോൾ അവർ ഫോട്ടോൻ്റെ എനർജി വന്നിട്ടുള്ളത് ഒരെണ്ണം 1 ഇലക്ട്രോൺ വോൾട്ടും ഒരെണ്ണം 25 ഇലക്ട്രോൺ വോൾട്ടുമാണ്. ഇത്രയും തലയിൽ കത്തിയിട്ടുണ്ടോ? റൈറ്റ്. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കട്ടെ. കൈനറ്റിക് എനർജി മാക്സിമത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? E - 5. റൈറ്റ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കി ശ്രദ്ധിക്കട്ടെ. 2 radiations of photons energize 1 electron volt of energy is 1 electron volt and 2.5 electron volt. അപ്പോൾ ശരിക്കും ഇനീഷ്യൽ എനർജി ഫോട്ടോണിൻ്റെ എത്രയാണ്? ഫസ്റ്റ് കേസ് ഇട്ടാ. ഇത് കൈനറ്റിക് എനർജി ഫസ്റ്റ് കേസ് എഴുതുമ്പോൾ 12 mv1² എഴുതണം. എനർജി എത്രയാണെന്ന് പറഞ്ഞാൽ ആദ്യം 1. റൈറ്റ്. വർക്ക് ഫംഗ്ഷൻ എത്രയാണ് മെറ്റലിൻ്റെ സർഫസ്? 0.5. റൈറ്റ്. അത് 2 ഇലക്ട്രോൺ വോൾട്ടില്ലേ? അത് എടുക്കട്ടെ. ഇനി രണ്ടാമത്തെ ഫോട്ടോൺ വരുന്നത് 12 mv2². അതിൻ്റെ എനർജി എത്രയാണെന്ന് പറയുന്നത്? എനർജി 2.5. റൈറ്റ്. മൈനസ് വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? അത് 0.5 അല്ലേ? അത് മെറ്റലിലല്ലേ ഡിപ്പെൻഡ് ചെയ്യണേ. റൈറ്റ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഇതേ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി തോന്നുന്നു. അപ്പോൾ V1² / V2² = 1 നിന്ന് 0.5 പോയാൽ എത്രയാണ്? 0.5. 2.5 എന്ന് പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ നോക്കിയേ, ഇത് 1/2 നീരിക്കൂടെ. അപ്പോൾ ഇത് 1/4 എന്നാവും. റൈറ്റ്. സോ V1/V2 എന്തായിരുന്നു? V1/V2 = 1/2 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയ? സിമ്പിൾ അല്ലേ? റൈറ്റ്. ഇനി നമുക്കൊരു നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി സർഫസ് ഓഫ് എ ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയൽ ഈസ് ഗിവൺ ആസ് 6.2 ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്. വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡൻറ്റ് വേരിയേഷൻ ഫോർ വിച്ച് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് 5V. അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 5 വോൾട്ടാന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേവ് ലെങ്ത് അല്ലട്ടാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് എന്താ അറിയോ? UV റേസ് വന്നിട്ടുണ്ട്. B വിസിബിൾ റീജിയനിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. C ഇൻഫ്രാറെഡ് റീജിയൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. D എക്സ്റേ ആണെന്ന് വെച്ചിട്ടുണ്ട്. വേണ്ട, 2 ചാപ്റ്റർ അങ്ങോട്ട് മിക്സ് ചെയ്ത് കണ്ട. നിങ്ങൾ വേവ് ലെങ്ത് ആണെങ്കിൽ നിങ്ങൾ ഡബിൾ എന്ന് കണ്ടുപിടിച്ചാനെ അല്ലേ? ഇപ്പം നമുക്ക് വേവ് ലെങ്ത് ഒന്നും എക്സാക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. യു ആർ ഇൻഡയറക്ട്ലി ആസ്ഡ് ഔട്ട് ഓഫ് ദിസ് റീജിയൻ ഏതാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേട്ടോ? അതെങ്ങനെ ചെയ്യും നിങ്ങൾ? അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി 2 വർക്ക് ഫംഗ്ഷനും തന്നിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു എന്താണ്? ചേർത്തിട്ട് പോയി. കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു നമ്മുടെ എന്താ ഞാൻ പറയാൻ പോകുന്നത്? എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മാത്തമാറ്റിക്സിൽ ഇങ്ങനെ എഴുതാനുള്ള വാല്യൂസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലസ് ആക്കാം. പക്ഷേ കോൺസെപ്റ്റിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പ്ലസ് മൈനസ് ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടാവും? ഈ കൈനറ്റിക് എനർജീനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? QV0 എന്നൊക്കെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസ് ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുന്ന കാരണം യു വിൽ റൈറ്റ് ഇറ്റ് ആസ് EV0 റൈറ്റ് ഇസ് ഈക്വൽ ടു hμ മൈനസ് φ0 റൈറ്റ്. അപ്പോൾ ഈ φ0 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ EV0 + φ0 is equal to hμ. ഇത് ഇക്വേഷന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമാണ് അങ്ങോട്ട് പ്ലസ് ഒക്കെ കൊണ്ടുവരുന്നത്. റൈറ്റ്. ഈ hμ വേണമെങ്കിൽ നമുക്ക് വേവ് ലെങ്ത് അല്ലേ ചോദിച്ചാൽ. അപ്പോൾ hμ പകരം നമുക്ക് hc/λ എന്ന് എഴുതാം അല്ലേ? അത് നല്ലത്. റൈറ്റ് അല്ലേ? അപ്പോൾ λ is equal to എന്ത് എഴുതാം? hc / EV0 + φ0 എന്ന് എഴുതാം. റൈറ്റ്. ഇനി വാല്യൂസ് ഇട്ട് നോക്കിയേ. എച്ചിൻ്റെ കൂടെ 6.62 × 10⁻34 റൈറ്റ് ഇൻറ്റു സി എത്ര? 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 ഇൻറ്റു 5 ജൂൾ. ദാറ്റ് ഈസ് ദ എത്രയാണ് നമുക്ക് വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്? ജൂളല്ലേ വോൾട്ട് പ്ലസ് എത്ര നമുക്ക് തന്നിട്ടുള്ളത്? പിന്നെ എന്തുകൊണ്ട് തന്നിട്ടുള്ളത്? വർക്ക് ഫംഗ്ഷൻ എത്ര തന്നിട്ടുള്ളത്? ഇലക്ട്രോൺ വോൾട്ടിലല്ലേ? അപ്പോൾ 6.2 × 1.6 × 10⁻19. കാൽക്കുലേഷൻ കയ്യിലെടുക്കുമായിരിക്കും.
റൈറ്റ്. അപ്പോൾ നമുക്ക് അറൗണ്ട് 1.10 × 10⁻⁷ മീറ്റർ കിട്ടും. നിങ്ങൾക്കറിയേണ്ടത് ഇത്രയും വേവ് ലെങ്ത് വരുന്നത് ഏത് റീജിയനിലാണെന്നാണ് ചോദ്യം വരിക. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അന്ന് ഒരു ടേബിളിലൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ, NCERT ബുക്കിൻ്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ആ ചാപ്റ്ററിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റേഡിയേഷന് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതി വെച്ചിട്ടുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്യണം, റേഞ്ച്. റൈറ്റ്. അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്, യു ഹാവ് ടു റൈറ്റ് എന്ന്. റൈറ്റ്. അപ്പോൾ ഈ വാല്യൂ വരുന്ന റേഞ്ച് ഈസ് ഫോർ UV റേഞ്ച്. അൾട്രാ വയലറ്റിൻ്റെ റേഞ്ചിലാണ് ഈ വേവ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ A ആണെന്നുണ്ട്, ഓപ്ഷൻ A മാർക്ക് ചെയ്യാം. ക്ലിയർ ആയാ?